ഈ താരിഫ് യുദ്ധം തുടങ്ങിയതുകൊണ്ട് ലോകക്രമം മാറി. അതെ അതെ, നമ്മൾ പുതിയ ഓപ്പർച്യൂണിറ്റീസിലേക്ക് പോയി. നമ്മളിപ്പോൾ നോക്കി എത്ര രാജ്യങ്ങളുണ്ട് കരാറുണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ 18 കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് സാർ. അടുത്ത ദിവസം ലുല വരികയാണ്, ബ്രസീലിൻ്റെ പല രാജ്യങ്ങളുമായിട്ട്, ചെറിയ രാജ്യങ്ങളുമായിട്ട് പോലും, ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട്. അപ്പം യൂറോപ്യൻ യൂണിയനുമായിട്ട് ഉർസുല പറഞ്ഞതുപോലെ മദർ ഓഫ് ഓൾ ഡീൽസ് അത് ഉണ്ടാക്കിയിരിക്കുന്നു. ഇതെല്ലാം ട്രംപ് മുത്തല്ലേ. ട്രംപിന് ഈ വീടിൻ്റെ ഐശ്വര്യം, ട്രംപ് ഇന്ത്യയുടെ ഐശ്വര്യം എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഇപ്പം ചൈനയായിട്ട് എടുത്തു, അതല്ലെങ്കിൽ നമ്മൾ ഗാൽവാൻ ഇഷ്യൂല് ചൈനയായിട്ട് അകന്നതാണ്. ഇപ്പം ചൈന ഈ പറഞ്ഞ ഭായി പറഞ്ഞില്ലെങ്കിലും രണ്ടുപേരും തമ്മിൽ തോളി കൈയിട്ടില്ലെങ്കിലും കൈ കൊടുത്ത് നിൽക്കുന്നുണ്ട്, ഇല്ലേ? വേണമെങ്കിൽ തോളിൽ കൈയിടാവുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ല, ഈ മാറുന്ന ജിയോ പൊളിറ്റിക്സ്, നമ്മുടെ മിഡിൽ ഈസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും യുദ്ധം പൊട്ടിപ്പുറപ്പെടാവുന്ന അവസ്ഥ. പാകിസ്ഥാനാണെങ്കിൽ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. ബംഗ്ലാദേശിലാണെങ്കിൽ അതിനെക്കാട്ടി വലിയ അവസ്ഥ. നേപ്പാളിലാണെങ്കിൽ അതിനെ വലിയ സംഭവം. ശ്രീലങ്കയുടെ കാര്യവും മെച്ചമില്ല. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ഒരു ഭൗമ അന്തരീക്ഷത്തിൽ ഇന്ത്യ ഈ ഒരു നേട്ടം കൈവരിക്കുന്നു പറഞ്ഞാൽ ചെറുതല്ല.